ലോകത്ത് നമ്മൾ കേൾക്കുന്ന മൊസാദിൻ്റെയൊക്കെ പേര് വളരെ ആവേശത്തോടെയാണ് കേട്ടിരുന്നത്. റോ കേട്ടിട്ടുണ്ട്, CIA കേട്ടിട്ടുണ്ട്. ഇപ്പം SBU എന്ന് പറയുന്ന ഒരു പുതിയ പേരാണല്ലോ ചർച്ചാ വിഷയം. SBU ഈ പറയുന്ന പോലെ ഉക്രൈൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്, ചാരസംഘടന എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ പെട്ടെന്ന് SBU വളരെ പെട്ടെന്നുണ്ടായതല്ല, SBU നേരത്തെ ഉണ്ടായിരുന്നു. അതായത് SBU എന്ന് പറഞ്ഞാൽ പഴയ KGB ആണ്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് CIA മത്സരിച്ചുകൊണ്ടിരുന്ന രഹസ്യാന്വേഷണ ഏജൻസിയാണ് KGB. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും KGBയും CIA ഒരേപോലെ ഇടപെടലുകൾ നടത്തിയിരുന്നു. ശീതയുദ്ധം കഴിഞ്ഞു, പിന്നീട് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായപ്പോഴത്തേക്ക് സോവിയറ്റ് യൂണിയനിലെ പല സ്റ്റേറ്റുകളും സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളായിട്ട് മാറി. അങ്ങനെ റിപ്പബ്ലിക്കായിട്ട് മാറിയ ഉക്രൈനിലെ KGB പേര് മാറി വന്നതാണ് SBU. അപ്പോൾ അതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, KGB തന്നെയാണ് SBU ആയിട്ട് മാറിയിട്ട്. അപ്പോൾ റഷ്യയിൽ ഇപ്പോൾ ഉള്ളത് KGBയുടെ അവശേഷിക്കുന്ന ഘടകമാണ്. ഇപ്പോൾ റഷ്യയിലുള്ളത് KGBയുടെ ഏജൻ്റായിരുന്നു പുടിൻ. അപ്പോൾ ചാരസംഘടനയുടെ ഒരു ബന്ധം അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പം യുക്രൈൻ യുദ്ധം തുടങ്ങുമ്പോഴൊന്നും നമ്മൾ SBU എന്ന് കേട്ടിട്ടില്ല. SBU ഇപ്പോൾ കേൾക്കുന്നത് കഴിഞ്ഞ 2 ദിവസമായി SBU നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ പദ്ധതികൾ, അത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുക. മൊസാദ് നടത്തുന്നത് പോലെയുള്ള ആക്രമണം. നമ്മൾ മൊസാദിൻ്റെ ആക്രമണം, മൊസാദ് എക്കാലത്തും ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് വിമാനം റാഞ്ചിയവരെ കീഴ്പ്പെടുത്തി, കൊലപ്പെടുത്തി, ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് വന്ന ചരിത്രം അതെ അതെ വലിയ ചർച്ച മൊസാദിനുണ്ട്. അത്തരം ഓപ്പറേഷൻസിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പോലും ഇത്രയും വലിയ റിസ്ക് ഉള്ള ഓപ്പറേഷൻസ്, നെതന്യാഹുവിൻ്റെ സഹോദരൻ മരിച്ചുപോയി ആ ഓപ്പറേഷനിൽ, വിജയകരമായി നടപ്പാക്കി. ഒരാൾ മരിച്ചത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ സഹോദരനായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസൊക്കെ നടത്തിയിട്ടുണ്ട് ആര്? മൊസാദ്. CIA നടത്തിയിട്ടുണ്ട്. അബാട്ടാബാദിൽ പാകിസ്ഥാനിൽ പോയി ഒസാമ ബിൻ ലാദനെ കൊന്നതിൻ്റെ പിന്നിൽ CIA ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 2 ഏജൻസികളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സമീപകാലത്ത് അമേരിക്ക പോലും പറയുന്നു വിദേശ രാജ്യങ്ങളിൽ ഭയങ്കര ഓപ്പറേഷൻസ് നടത്തുന്നു, അജ്ഞാതൻ നടത്തുന്നു എന്ന് പാകിസ്ഥാൻ നിലവിളിക്കുന്നു. BLAയിൽ ബലൂജിൽ ഒക്കെ നടത്തുന്ന ഇന്ത്യയാണ്, ആണെന്ന് പാകിസ്ഥാൻ നിലവിളിക്കുന്നു. അപ്പോൾ ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന 3 ഏജൻസികളൊന്ന് ഈ പറഞ്ഞ പോലെ മൊസാദ്, CIA, പിന്നെ റോയാണ് വാർത്തകളിൽ വന്ന് പറയുന്നത്. പക്ഷെ പെട്ടെന്നാണ് 2 ദിവസം കൊണ്ടാണ് SBU വരുന്നത്. SBUവിൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ റഷ്യയുടെ എയർബേസുകളെ തകർത്ത്, അവരവകാശപ്പെട്ട 41 വിമാനങ്ങൾ തകർത്തു എന്നാണ്. പക്ഷേ റഷ്യയിൽ നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ആ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ റഷ്യയിലുള്ള ചില സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഇതൊരു അമേരിക്കൻ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൊപ്പഗാൻഡയുണ്ട്. റഷ്യയിൽ ജീവിക്കുന്ന ഞങ്ങൾക്കറിയാം, ഈ എയർബേസിനടുത്ത് നിന്ന് താമസിക്കുന്ന ഒരാൾ, അദ്ദേഹം എനിക്കൊരു വോയിസ് അയച്ചു, അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, കാഷ്വാലിറ്റീസ് ഒന്നും കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല, ചില കേടുപാടുകൾ പറ്റി, അതല്ലാതെ ഞങ്ങൾക്ക് അത്ര വലിയ കാഷ്വാലിറ്റി ഒന്നും റഷ്യക്ക് ഉണ്ടായിട്ടില്ല. ചില വിമാനങ്ങൾക്ക് കേടുപറ്റി, 41 വിമാനമൊന്നും തകർന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക് ബോംബറുകൾ ഏതാണ്ട് റഷ്യക്ക്, ന്യൂക്ലിയർ ആയുധം വഹിക്കാൻ പറ്റുന്ന ബോംബറുകൾ ഏതാണ്ട് 100 ഉള്ളൂ റഷ്യക്ക്. പക്ഷേ റഷ്യക്ക് 5000-ഓളം യുദ്ധവിമാനങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് റഷ്യയുടെ നടുവൊടിഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്ലാനിങ് 1.5 വർഷമല്ല 18 മാസം എടുത്തിട്ടാണ് റഷ്യയുടെ വ്യോമതാവളങ്ങൾ തകർക്കാനുള്ള ഒരു പദ്ധതി SBU പ്ലാൻ ചെയ്യുന്നത്. 18 മാസം മുമ്പ് ആരംഭിച്ചു. അങ്ങനെ ചെയ്യുന്നത് അത്രയും ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതി ഇട്ട് ചെയ്യുന്നത് CIAക്കും മൊസാദിനും മാത്രമേ ഉള്ളൂ. നമ്മൾ പേജർ ആക്രമണം കണ്ടില്ലേ, നമ്മുടെ ഇന്ത്യക്കാരനായ മലയാളിയായ വയനാട്ടുകാരനായ ചെറുപ്പക്കാരൻ വരെ ഉൾപ്പെടുന്ന കമ്പനി, ആ കമ്പനിയുടെ പേര് വേറെ കമ്പനി, വേറെ കമ്പനിയുടെ പേര് വേറെ കമ്പനി, അങ്ങനെ ഹംഗറി കമ്പനി വരെ വന്നിട്ട് ഈ പേജറുകളൊക്കെ ഉണ്ടാക്കി അവസാനം ആ പേജറുകൾ ഹിസ്ബുള്ളക്കാർ മാത്രം വാങ്ങുന്നു, അവർക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേലത്തിൽ പിടിക്കാനുള്ള കാറ്റഗറി ഉണ്ടാക്കുന്നു. അവിടെ ചെല്ലുന്നു, ഒരു ദിവസം എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്നു. ലോകം ഞെട്ടിപ്പോയി ഒരേ സമയം അല്ലേ. അത് കഴിഞ്ഞ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് അവിടുത്തെ ജനങ്ങളുള്ള TV എടുത്ത് കഴിഞ്ഞ് തേപ്പൂട്ടി വരെ എടുത്ത് പൊട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചാലെന്ന് ഓർത്ത്. അത് കഴിഞ്ഞപ്പം ഈ പേജർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോൾ വാക്കി ടോക്കി പൊട്ടിത്തെറിക്കാൻ, വയർലെസ് സെറ്റുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഏതാണ്ട് 5000-ഓളം ആളുകൾ അരയ്ക്ക് കീഴോട്ട് തകർന്നു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അരയ്ക്ക് കീഴോട്ട് തകർന്നു പോകുമ്പോൾ ഈ ജിഹാദിയാകാൻ നടക്കുന്നവർക്ക് ആ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണെന്നറിയാമല്ലോ. അപ്പോൾ ഏതായാലും അത് ലോകം ഞെട്ടിപ്പോയി. അപ്പോൾ അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർഫെയർ, ഒരു യുദ്ധമാണ് പേജർ ആക്രമണത്തോട് നടത്തിയത്. അതുപോലെയാണ് ഇപ്പോൾ. അതിനേക്കാൾ മികച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു അന്യരാജ്യത്തിലെ എയർബേസുകൾ ലക്ഷ്യം വെക്കണം, 18 മാസം മുമ്പ് പ്ലാൻ ചെയ്യുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ കുറേ കൺസൈൻമെൻറ്റ് അയക്കണം. കൺസൈൻമെൻറ്റിനകത്ത് ഈ കാമിക്കാസർ ഡ്രോണുകൾ, അതായത് ആ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് പറന്ന് ചെന്ന് ആത്മഹത്യ ചെയ്യുന്നത് പോലെ പൊട്ടിത്തകർന്ന് വീഴുന്ന ഡ്രോണുകൾ റെഡിയാക്കുന്നു. 100 കണക്കിന് അത് റെഡിയാക്കി ട്രക്കുകളിൽ കയറ്റുന്നു. അത് നോക്കുമ്പോൾ ടെമ്പററി ഹട്ട്സാണ്, ടെൻറ്റുകളാണ്. ഈ
താൽക്കാലിക താമസത്തിന് ഉപയോഗിക്കുന്ന മരം കൊണ്ടുള്ള താൽക്കാലിക വീടുകൾ കണ്ടെയ്നർ കയറ്റി അയക്കുന്നു. ഈ കണ്ടെയ്നറുകൾ റഷ്യക്കകത്ത് ഏതാണ്ട് 4000 കിലോമീറ്റർ വരെ നിരന്തരം നിർബാധം ഓടിപ്പോകുന്നു. എന്നിട്ട് എയർബേസുകളുടെ സമീപത്ത് നിർത്തുമ്പോൾ ഈ കണ്ടെയ്നറുകളുടെ മേൽഭാഗം ഉക്രൈനിലിരുന്നോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ വിദൂരത്തിരുന്ന് റിമോട്ട് ഉപയോഗിച്ച് മാറ്റുന്നു. പിന്നീട് ഈ താൽക്കാലിക ടെൻറ്റ് പോലെയുള്ള വീടുകളുടെ അതിൻ്റെ റൂഫും മാറുന്നു. അതിനിടയിരിക്കുന്ന ഡ്രോണുകൾ പറന്ന് എന്ന് വ്യോമതാവളങ്ങളിൽ വീഴുന്നു. അതാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ. അപ്പോൾ അത് കൃത്യമായി 18 മാസം മുമ്പേ പ്ലാൻ ചെയ്ത് സെലൻസ്കിയുടെ അടുത്ത് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാനിങ്. ആ പ്ലാനിങ്ങിനിടയ്ക്ക് ഒരു വണ്ടി പോലും പിടിച്ചില്ല. ഏതെങ്കിലും ഒരു ട്രക്ക് പിടികൂടിയിരുന്നെങ്കിൽ റഷ്യയിലേക്ക് ഓടുന്ന മുഴുവൻ ട്രക്കുകളും പരിശോധിച്ചേനെ. ഒരെണ്ണം പോലും പിടികൂടാതെ ഇങ്ങനെ കൊണ്ട് എന്നെത്തിക്കാൻ പറയുന്നത്. അപ്പം നമ്മൾ പറയുന്ന പോലെ റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ്, ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള രാജ്യമാണ്. അവിടെയാണ് ഇത് വന്നത്. കാശ്മീരിൽ പുൽവാമ ആക്രമണത്തിൻ്റെ സമയത്ത് കാറിൽ സ്ഫോടക വസ്തു കൊണ്ടുപോയിട്ട് പിടിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് അവിടുത്തെ ഒരു ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായിട്ട് വളം വെച്ചു. അത് അയാൾക്ക് വേറെ ലക്ഷ്യമുണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു കേസ് പ്രതി, അഴിമതി കേസിലെ പ്രതിയാണ്. ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ബഹളം വെച്ചു, കോൺഗ്രസ്സുകാർ ബഹളം വെക്കുന്നു. അപ്പം പുട്ടിൻ്റെ റഷ്യയിൽ എന്താ സംഭവിച്ചത്? ഇത് എവിടെയും സംഭവിക്കാവുന്നതാണ്, എവിടെയും സംഭവിക്കാവുന്ന ഒരു സുരക്ഷാ വീഴ്ചയാണ്. കാരണം ഈ ഡ്രോണുകൾ ഒരുപക്ഷെ ഉക്രൈൻ്റെ അതിർത്തിയിൽ നിന്ന് റഷ്യയിലേക്ക് പകർന്നു വന്നാൽ അവർ വെടിവെച്ച് വിടുമായിരുന്നു. അതെ, ഇത് പറക്കേണ്ടി വന്നില്ല. ഡ്രോണുകളെ വിദഗ്ധമായി കടത്തിക്കൊണ്ടുവന്നു. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവന്ന അതിർത്തിയിൽ 4000 കിലോമീറ്റർ വരെ കടത്തിക്കൊണ്ടുവന്നിട്ട് ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഉക്രൈൻ അവകാശപ്പെടുന്നത് പോലെ അവരുടെ ഏറ്റവും ആധുനികമായ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയുള്ള ഫൈറ്റർ ബോംബർ വിമാനങ്ങളിൽ 100 41 തകർക്കാൻ പറ്റിയെങ്കിൽ റഷ്യയുടെ ഈ ന്യൂക്ലിയർ ഒരു വിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ശേഷി തകർന്നുപോയി എന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത്. അതൊരു വളരെ മികവുറ്റ ആസൂത്രണ മികവിൽ ഒരു പാളിച്ചയും സംഭവിക്കാത്തൊരു ഓപ്പറേഷനാണ്. ലോകം ഞെട്ടിപ്പോയി, റഷ്യ ഞെട്ടിപ്പോയി, പുടിൻ ഞെട്ടിപ്പോയി. കാരണം പുടിൻ്റെ മൂക്കിന് കീഴെയാണ്, പുടിൻ്റെ സിംഹാസന അളവാണ്. അത് കഴിഞ്ഞു. അതേ സമയത്ത് ഇസ്താംബൂളിൽ ചർച്ച നടക്കുകയാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ചർച്ച നടക്കുന്നതിൻ്റെ തലേന്നുണ്ടായി. അപ്പോൾ ഇനി ചർച്ച നടക്കുന്ന ദിവസം അടുത്ത സംഭവം ഉണ്ടായിരിക്കുന്നു. അതായത് കെർച്ച് ബ്രിഡ്ജ്, റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന ക്രീമിയയെ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്ന 19 കിലോമീറ്റർ നീളമുള്ള പ്രധാനപ്പെട്ട സപ്ലൈ ചെയിനാണ്. അതിലൂടെയാണ് ആയുധങ്ങൾ, പട്ടാളം, ഭക്ഷണം ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സൈന്യത്തിന്. അതിൻ്റെ ഒരു ഉൾക്കടലാണ്, ഉൾക്കടലിലൂടെ പോകുന്ന പാലമാണ്. അതിൻ്റെ സമുദ്രാന്തർഭാഗത്തെ പില്ലറുകൾ അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുന്നു. അവിടെ ഗതാഗതം നിർത്തിവെച്ചു. അവസാനം റഷ്യ പറഞ്ഞു ആക്രമണം നടന്നു എന്ന് റഷ്യക്ക് സമ്മതിക്കേണ്ടി വന്നു. അത് ചെയ്തിരിക്കുന്നതും SBU ആണ്. അപ്പോൾ SBU എന്ന് പറയുന്ന ഏജൻസി എവിടെ? ഉക്രൈനിലല്ല, റഷ്യക്കകത്ത് കയറിയാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ മറ്റൊരു രാജ്യത്ത് ആ രാജ്യത്തെ നിശ്ചലമാക്കാൻ പോരുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി KGBയെ പോലെ, KGBയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ആ KGBയെ പോലെ അല്ലെങ്കിൽ CIA പോലെ, മൊസാദിനെ പോലെ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് SBU. SBU ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഏജൻസി. അതിനാണ് ചാരസംഘടന എന്ന് പറയുന്നത്. നമ്മുടെ പോലെ KGB പോലെ CIA പോലെ പ്രവർത്തിക്കുന്ന ഒരു ഹൈ പ്രൊഫൈൽ ഏജൻസി ആയിട്ട് മാറിയിരിക്കുകയാണ് SBU. SBUവിൻ്റെ ഇപ്പോഴത്തെ തലവൻ്റെ പേര് വാസിൽ മാല്യൂക്കാണ്. വാസിൽ മാല്യൂക്കാണ് ഇതിൽ പറഞ്ഞത് ഞങ്ങൾ ആക്രമിച്ചു, അവരുടെ പാലത്തിൻ്റെ പില്ലർ തകർത്തു. അവസാനം റഷ്യൻ ഡിഫൻസിന് വന്ന് പറയേണ്ടി വന്നു പില്ലറൊന്നും തകർത്തില്ല, സാധനം ഡ്രോൺ വന്നു സ്ഫോടനം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ തകർത്തത് ഞങ്ങൾ ഓരോ പില്ലറിനും സുരക്ഷാ മതിൽക്കെട്ട് കടലിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് തകർത്തിരിക്കുന്നത്. ഞങ്ങളുടെ പാലത്തിന് കുഴപ്പമൊന്നുമില്ല. 2 മണിക്കൂർ അടച്ചിട്ട് കഴിഞ്ഞ് വീണ്ടും ഗതാഗതം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് ആലോചിക്കണം, ആ പാലത്തിലെ 3ാമത്തെ ആക്രമണമാണ്. ആ പാലം തകർന്നു പോയാൽ ക്രിമിയ ഇനി ഒരിക്കലും ഉക്രൈന് തിരിച്ചു കിട്ടത്തില്ല, മറന്നേക്കൂ എന്ന് സെലൻസ്കിയെ ആട്ടിയിറക്കിയ മീറ്റിങ്ങിൽ പറഞ്ഞ ആരാണ്? ട്രംപാണ്. ഇപ്പോൾ ആ ക്രിമിയയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന പൊക്കിൾക്കുടിയാണ് ഈ പാലം, കെർച്ച് ബ്രിഡ്ജ് തന്നെ തകർത്തു കഴിഞ്ഞാൽ റഷ്യൻ പട്ടാളം ഒറ്റപ്പെട്ടു പോയി. അവർക്ക് ആയുധം കിട്ടത്തില്ല, ഭക്ഷണം കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ട്രംപിനുള്ള മറുപടി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വല്ലാത്ത ഞെട്ടൽ ലോകത്ത് ട്രംപിനെ പോലും ഞെട്ടിക്കുകയാണ്, മൊസാദിനെ ഞെട്ടിക്കുകയാണ്, CIA ഞെട്ടിക്കുകയാണ്. അങ്ങനെ SBU എന്ന് പറയുന്ന ഒരു ഉക്രൈൻ്റെ ചാര ഏജൻസി ലോകത്തിലെ ഒരു പ്രീമിയർ സ്പൈ ഏജൻസിയായി വളർന്നിരിക്കുന്ന ഒരു ചിത്രമാണ് 2 ദിവസം കൊണ്ട് നമ്മൾ കാണുന്നത്. എന്നാണ് ഈ SBU ഉണ്ടായി നോക്കിയ SBU 1991 സെപ്റ്റംബർ 20 SBU കീവിലെ വ്ളോഡിമിർസ്ക സ്ട്രീറ്റിലാണ് ഇവരുടെ ഹെഡ് ഓഫീസ്. ഏതാണ്ട് 29,000 ഭടന്മാർ,
ഏജൻറ്റുമാരാണ് SBUവിനുള്ളത്. ഈ SBUവിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ വല്ലാതെ ജനവിരുദ്ധമായിരുന്നു. ജനവിരുദ്ധം അത്ര നല്ല ഹിസ്റ്ററി ഒന്നും അല്ല SBUവിനുള്ളത്. ആളുകളെ അടിച്ചമർത്തുക, രാഷ്ട്രീയ വിമതർക്കെതിരെ ഉക്രൈൻ ഭരിക്കുന്ന ഭരണാധികാരികളുടെ ഒരു വെട്ടപ്പെട്ട് ഈ ഹിറ്റ്ലറുടെ ഗസ്റ്റപ്പോ എന്ന് പറയുന്ന രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു. ഹിറ്റ്ലർക്കെതിരെ സംസാരിക്കുന്നവരെ മുഴുവൻ ഒതുക്കുന്ന ഒരു സേനയായിരുന്നു. അതുപോലെ ഉക്രൈൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി അവർ പ്രതിപക്ഷത്തിനെയൊക്കെ ഒതുക്കുക എന്നുള്ളതായിരുന്നു ഈ KGBയുടെ അതേ നയം. റഷ്യക്കെതിരെ, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ശബ്ദിക്കുന്നവരെ ഒതുക്കുക എന്ന് പറയും. ഇത് നമ്മളിന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന ഒരു ജനകീയ പ്രക്ഷോഭമുണ്ടല്ലോ, ചൈനയ്ക്കെതിരെ, ഭരണകൂടത്തിനെതിരെ. അതിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ ചിത്രമുണ്ട്. ഒരു ടാങ്ക് വരുമ്പോൾ അതിൻ്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം. ആരാണെന്നറിയില്ല, അയാൾ എവിടെയാണെന്നറിയാം, അയാൾ ഇന്നില്ല. കാരണം എന്നിട്ട് സമരക്കാരുടെ മുകളിലേക്ക് പാറ്റൻ ടാങ്ക് ഓടിച്ചു കയറ്റുകയാണ് ചൈന ചെയ്തത്. അതിൻ്റെ വാർഷികമാണ്. പക്ഷേ ആ ചിത്രം ഇന്ന് ഓർമ്മിക്കപ്പെടുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്നപ്പോഴും റഷ്യക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവരെ ഒതുക്കുകയായിരുന്നു KGBയുടെ പ്രധാന ജോലി. എന്ന് പറഞ്ഞതുപോലെ KGB തന്നെയായിരുന്നു SBU ആയിട്ട് മാറിയത്. ഉക്രൈൻ വന്നപ്പോഴും അവരുടെയും പണി രാഷ്ട്രീയക്കാരെ ഒതുക്കുകയായിരുന്നു. അതിന് ഈ രണ്ട് വിങ്ങൾ, ഇപ്പോൾ SBUക്കും രണ്ട് വിങ്ങളുണ്ട്. രാജ്യത്തിനകത്തെ കാര്യങ്ങൾ നോക്കുന്ന, പുറത്ത് നോക്കുന്ന. ആൽഫ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു എലീറ്റ് ഗ്രൂപ്പ് SBUക്കുണ്ട്. അവരാണ് ഓപ്പറേഷൻസ്, കമാൻഡോ ഓപ്പറേഷൻസ് ഒക്കെ നടന്ന ആൽഫ യൂണിറ്റാണ്. പിന്നെ ഈ SBUവിന് നേരത്തെ കുപ്രസിദ്ധമായ ഒരു ചരിത്രങ്ങൾ ഒരുപാട് ഉണ്ട്. 1995 ഡിസംബറിൽ ഇവർ യൂറി മൊസോള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. അവനൊരു കൊലപാതക കേസിലെ പ്രതിയാണെന്നും പറഞ്ഞാണ് ഇവർ അറസ്റ്റ് ചെയ്തത്. ഉക്രൈനിൽ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അതിഭീകരമായി SBU മർദ്ദിച്ചു. 3-ാം ദിവസം അയാൾ മരിച്ചുപോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ യഥാർത്ഥ പ്രതി അനറ്റോളി ഓനോ പ്രിയങ്കോ എന്ന് പറയുന്ന ഒരാളാണെന്ന് കണ്ടെത്തി. യഥാർത്ഥ പ്രതിയെ കിട്ടി. അപ്പോഴത്തേക്ക് യൂറി മെസോളയെ SBU തല്ലിക്കൊന്നിരുന്നു. അത് വലിയ സെറ്റ് ബാക്ക്, അവിടെ വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയ ഏജൻസിയായിരുന്നു. പിന്നെ ഈ 2000 ഒക്കെ ആയപ്പോൾ SBU പിന്നെയും കുപ്രസിദ്ധമായ ഏജൻസിയായി. കാരണം രാജ്യത്തെ ഉക്രൈൻ്റെ ആയുധങ്ങൾ, സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഉക്രൈൻ വിട്ടുപോയപ്പോൾ ഉക്രൈനിലിരിക്കുന്ന ആണവായുധങ്ങൾ മുഴുവൻ റഷ്യ കൊണ്ടുപോയി. പക്ഷേ അല്ലാതെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ ഒരുപാട് ആയുധ ഡിപ്പോകൾ ഉക്രൈനിലുണ്ടായിരുന്നു. അതൊക്കെ SBUവിൻ്റെ കയ്യിൽ വന്നു. ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ SBU, അന്നത്തെ SBU 2000 ആണ്ടിൽ ഈ ആയുധങ്ങളൊക്കെ എടുത്ത് അവിടുത്തെ അധോലോകത്തിനൊക്കെ വിൽക്കുമായിരുന്നു. വിദേശ രാജ്യങ്ങൾക്കൊക്കെ റഷ്യ ഉപേക്ഷിച്ച് പോയ ആയുധങ്ങൾ വിറ്റ് വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഉക്രൈനിൻ്റെ ഭാഗമായിട്ട് വന്നതിന് ശേഷം, ഈ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും ഒരു പ്രൊഫഷണൽ റഷ്യയുടെ കാര്യങ്ങൾ വളരെ ആഴത്തിൽ പിടിക്കാനും റഷ്യക്കകത്ത് കയറി ചെറിയ ഓപ്പറേഷൻസ് നടത്താനും ഇവർ ശ്രമം തുടങ്ങി. അതിലെ ആദ്യത്തെ ഏറ്റവും വലിയ വിജയം കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്നതാണ്. സിനു ഓർക്കുന്നുണ്ടാവും. റഷ്യയുടെ രാസായുധ, ന്യൂക്ലിയർ, കെമിക്കൽ വെപ്പണുകളുടെ തലവനായിട്ടുള്ള ഒരാൾ മോസ്കോ നഗരത്തിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു. ജനറൽ ഇഗോർ കിറിലോവ്. അന്ന് നമ്മളത് ഞെട്ടിയിരുന്നു. റഷ്യ ഞെട്ടിയിരുന്നു. പുടിൻ്റെ വിശ്വസ്തൻ, അവരുടെ രാസായുധം, ജൈവായുധം, ന്യൂക്ലിയർ പദ്ധതികളുടെ ഹെഡായിരുന്ന ജനറൽ ഇഗോർ കിറിലോവിനെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ കൊലപ്പെടുത്തിയിട്ടാണ് SBU റഷ്യയെ ഞെട്ടിച്ചത്. അന്ന് ഞെട്ടിച്ചതല്ലേ. അപ്പം മോസ്കോയിൽ കയറി ഇവർ അല്ലെങ്കിൽ റഷ്യക്കകത്ത് വളരെ കാര്യമായി SBUവിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പം അത്രയും വലിയ അതിന് മാത്രമുള്ള സ്വാധീനം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയുണ്ട്. ഉക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം ഈ മറ്റേ രാസായുധ, ജൈവായുധ വിഭാഗത്തിൻ്റെ തലവനായ ഇഗോർ കിറിലോവിനെ കൊന്നത് മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിനു മുമ്പ് മറ്റൊരു സംഭവം നടന്നു. റഷ്യയുടെ ക്രൂസ് മിസൈലുകളുണ്ടല്ലോ, ഈ ക്രൂസ് മിസൈൽ പദ്ധതി നവീകരിക്കുന്ന വിഭാഗത്തിൻ്റെ തലവൻ മിഖായൽ ഷാറ്റിസ്കി, ഇയാളെ കൊന്നതും SBU ആണ്. അതും മോസ്കോയിൽ വെച്ചിട്ടാണ്, റഷ്യക്കകത്ത് വെച്ച്. റഷ്യയുടെ നേരത്തെ ഇഗോർ കിറിലോവ് എന്ന് പറഞ്ഞ ജൈവ ന്യൂക്ലിയർ ആയുധങ്ങളുടെ മേധാവിയെ ആയ ജനറൽ ഇഗോർ കിറിലോവിനെ കൊന്നു. ക്രൂസ് മിസൈലുകളുടെ നവീകരണ പദ്ധതി നടപ്പാക്കുന്ന മിഖായൽ ഷാറ്റ്സ്കിയെ കൊന്നു. അത് കോട്ടൽനിക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുമിൻസ്കി ഫോറസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു വന്യജീവി പാർക്കുണ്ട്. ഈ പാർക്കിൽ നിന്ന് കൊല്ലപ്പെട്ട നിലയിൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള സർവൈലൻസുമൊക്കെ ഏർപ്പെടുത്തിയിരുന്ന മിഖായൽ ഷാറ്റ്സ്കിയെ ജഡം കിട്ടുകയായിരുന്നു. അയാൾ തട്ടിക്കൊണ്ട് പോയി കൊന്നതാണ്. അത് SBU ആണ് ചെയ്തത്. ഇനിയിപ്പോൾ വേറൊന്നുണ്ട്. ക്രിമിയയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഒരു കാറിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു. അതും SBU ആണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അതുകൂടാതെ മോസ്കോയിലെ
GRU എന്ന് പറഞ്ഞ രഹസ്യാന്വേഷണ ഏജൻസി ഉണ്ട്. മോസ്കോയ്ക്ക് ആഭ്യന്തരമായി റഷ്യക്കകത്തുള്ള ഇന്റേണൽ സ്പൈ വർക്ക് നടത്തുന്ന ഇൻ്റലിജൻസ് വിഭാഗം GRUവിൻ്റെ ഉദ്യോഗസ്ഥനെ SBU കൊലപ്പെടുത്തി എന്ന് രേഖകൾ പറയുന്നു. അതിനൊക്കെ പുറമെ റഷ്യൻ പൊളിറ്റിക്കൽ ഐഡിയോളജിസ്റ്റ്, ഇപ്പോൾ കമ്മ്യൂണിസം പോയിട്ടോ, കമ്മ്യൂണിസം അല്ല റഷ്യയിൽ ഇപ്പോൾ ഉള്ളത്, എന്നാലും പുടിനെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ ഐഡിയോളജി ഉണ്ട്. ഈ ഐഡിയോളജിയുടെ ഏറ്റവും വലിയ വ്യക്താവായിരുന്നു അലക്സാണ്ടർ ഡ്യൂഗ്. എന്നുവെച്ചാൽ വേണമെങ്കിൽ ഇയാളുടെ പുടിൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയാം, രാഷ്ട്രീയ ഉപദേഷ്ടാവ്, ഐഡിയോളജിക്കൽ അഡ്വൈസർ അലക്സാണ്ടർ ഡ്യൂഗ്. അയാളുടെ മകളായ ഡാരിയ ഡൂഗിന അവരുടെ ടയോട്ട ലാൻഡ് ക്രൂസർ കാറിൽ കൊല്ലപ്പെട്ട നിലയെ കണ്ടു. അതിൻ്റെ പിന്നിലും SBU ആണെന്ന് പറയുന്നു. അങ്ങനെ SBU ഇപ്പം നിരന്തരം, SBU ഉക്രൈൻ്റെ ആണെങ്കിലും അവർ പ്രവർത്തിക്കുന്ന ഇപ്പോൾ എവിടെയാണ്? റഷ്യയിലാണ്. അപ്പോൾ റഷ്യ പോലെ KGBയുടെ പഴയ ഒരു മേധാവിയായിരുന്ന പുടിൻ ഭരിക്കുന്ന റഷ്യയിൽ, KGBയുടെ പിറന്ന മണ്ണായ റഷ്യയിൽ, മോസ്കോയിൽ ഏറ്റവും മികച്ച രീതിയിൽ ആസൂത്രണം നടത്തി റഷ്യയെ തകർക്കാനുള്ള പണി നോക്കുന്ന SBU ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ലോകത്തിലെ ഒരു വൻശക്തിയായ, ആണവ ശക്തിയായ റഷ്യയ്ക്ക് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ് SBU എന്നുള്ള പേര് KGB പോലെ, മൊസാദ് പോലെ, റോ പോലെ ഇപ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു പേരായിട്ട് മാറിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.